കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ജനക്കൂട്ടരെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നവംബർ 1 സകല വിശുദ്ധരുടെയും തിരുനാൾ ക്രൈസ്തവ സഭയിൽ ആഘോഷിക്കുകയാണ്. ഈ ഒരു ദിവസത്തിൽ ഈ ഒരു തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായ നമ്മുടെയൊക്കെ ഒരു ക്രൈസ്തവൻ്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത് വിശുദ്ധിയോടുകൂടെ ജീവിച്ച് വിശുദ്ധരുടെ സമൂഹത്തിൽ ദൈവത്തോടൊപ്പമായി തീരുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ദിവസത്തിൻ്റെ വലിയ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ പ്രകാരമാക്കിയെടുക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളിൽ സഭയിലെ എല്ലാവരെയും 3 കാറ്റഗറിയായിട്ടാണ് വേർതിരിക്കുക. വിജയസഭയിലുള്ളവരുണ്ട്. വിജയസഭ എന്ന് പറയുന്നത് അതായത് ദൈവത്തോടൊപ്പമായിട്ട് ദൈവത്തിൻ്റെ കൂടെയായിരിക്കുന്നവരാണ്. ഈ ലോക ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും നേരിട്ട് ദൈവത്തോടൊപ്പമായിരിക്കുന്നവരുടെ സമൂഹമാണ്, വിശുദ്ധരുടെ സമൂഹമാണ് വിജയസഭ. സഹനസഭയുണ്ട്. മരണത്തിന് ശേഷം ഒത്തിരിയേറെ സങ്കടങ്ങളിലൂടെ അല്ലെങ്കിൽ ശുദ്ധീകരണ പ്രക്രിയകളിലൂടെയൊക്കെ കടന്നു പോകുന്നവരുടെ സമൂഹമാണ്. അതുപോലെ തന്നെ സമരസഭയുണ്ട്. ഈ ലോക ജീവിതത്തിൽ നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ട് സമരം ചെയ്തുകൊണ്ട് വിജയസഭയിൽ എത്തുവാനായിട്ട് പരിശ്രമിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സമൂഹം. പ്രിയപ്പെട്ടവരെ, ഇത് 3 സഭകൾ തമ്മിൽ വളരെ ബന്ധമുണ്ട് എന്ന് സഭ പഠിപ്പിക്കുകയാണ്. വിജയസഭയിലുള്ളവരുടെ വലിയ പ്രത്യേകത, അവർ വിജയസഭയിൽ എത്തിക്കഴിയുമ്പോൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വിജയസഭയിലുള്ള എല്ലാ വിശുദ്ധരെയും കത്തോലിക്ക സഭയിലെ വിശുദ്ധരായി പ്രഖ്യാപിച്ചവർ മാത്രമല്ല, എല്ലാ വിശുദ്ധ ജീവിതം നയിച്ച് വിശുദ്ധിയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഈ ഒരു തിരുനാൾ നമ്മളോട് പറയുന്നത് നമുക്കും വിശുദ്ധരാകാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. ഓരോ വിശുദ്ധരുടെയും ജീവിതമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ സാധാരണക്കാരായ വ്യക്തികളാണ്. പ്രത്യേകിച്ച് വലിയ കഴിവുകളുണ്ടായിരുന്ന വ്യക്തികൾ, അത്ഭുത പ്രവർത്തികളൊക്കെ ജനിച്ചപ്പോഴേ കിട്ടിയവരല്ല. പക്ഷേ അവരുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവരെപ്രകാരമാണ് അവരുടെ ജീവിതത്തെ കാത്തുസൂക്ഷിച്ചതെന്നുള്ളതാണ്. അതായത് ചില കാര്യങ്ങൾ, അതായത് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് അവരെ കണക്കാക്കി. അതിനുവേണ്ടി ജീവിതം പോലും അവർ ത്യജിക്കാൻ തയ്യാറായി. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, ക്രിസ്തുവിന് വേണ്ടി മരിക്കുക, അത് അഭിമാനകരമായ കാര്യമായി കണ്ടു. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതും ക്രിസ്തുവിൻ്റെ സ്വന്തമാണ് എന്ന് ഏറ്റുപറയുന്നതിലൊക്കെ ഒരു വലിയ താല്പര്യം കാണിച്ചവരാണ് ഓരോ വിശുദ്ധരും. വിശുദ്ധ മരിയ ഗൊരേത്തിയുടെ ജീവിതം നമുക്കറിയാം. തൻ്റെ ജീവിതം മുഴുവൻ, അതായത് ഹൃദയവിശുദ്ധിയോടെ ജീവിക്കാൻ, ഒരു ചെറിയ പാപം കൊണ്ട് പോലും തൻ്റെ ജീവിതത്തിലേക്ക് അശുദ്ധി കൊണ്ടുവരാതെ മരണത്തിന് മുമ്പിൽ കീഴടങ്ങുന്ന വിശുദ്ധ മരിയ ഗൊരേത്തിനെ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവർ, അപ്രകാരം വിശുദ്ധിക്ക് ഇതുപോലെ പ്രാധാന്യം കൊടുത്ത വ്യക്തിത്വങ്ങളെയാണ് സഭ വിശുദ്ധരായിട്ട് ആദരിക്കുക. നോർത്തേൺ അമേരിക്കയിൽ മഞ്ഞുകാലത്തൊക്കെ എപ്പോഴും കാണാറുള്ള ഒരു ജീവിയാണ് എർമിൻ എന്ന് പറയുന്നൊരു ജീവി. ഈ ഒരു ജീവിയുടെ ഒരു പ്രത്യേകത, നമ്മുടെ നാട്ടിലെ ഗിനിപിക്സ് ഒക്കെ പോലെയുള്ള ഒരു ജീവിയാണ്. ഇങ്ങനെ 2 കാലിൽ എഴുന്നേറ്റൊക്കെ നിൽക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് തണുപ്പ് കാലമാകുന്ന സമയത്ത് ഇതിന്
അതിൻ്റെ കളറിൻ്റെ മാറ്റം വരും. നമ്മുടെ നാട്ടിലെ ഓന്ത് പോലൊക്കെ തന്നെ ഓന്തിനും കളറ് മാറുന്നത് പോലെ തന്നെ ഇതിനും കളറ് മാറും. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ കളറ് മാറുമ്പോൾ തൂവെണ്മയോടെ ആയിരിക്കും ഇതായിരിക്കും. നല്ല പൂടയൊക്കെ നല്ല വെള്ള വെള്ളയായിട്ട് മഞ്ഞിനകത്ത് കളിക്കുമ്പോൾ മഞ്ഞ് പോലെ തന്നെ വെണ്മയുള്ള ഒരു രൂപം. ഇതിൻ്റെ ഒരു ഇത് നല്ല വേട്ടക്കാരനായ ഒരു ജീവിയൊക്കെയാണ്. പക്ഷേ ഇതിനെ പിടിക്കാൻ പോകുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിന് ചെയ്യേണ്ട ഒരു കാര്യം, ഇത് വസിക്കുന്ന ഇടത്ത് അതിൻ്റെ ഏറ്റവും മലിനമായ കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കുക, ചെളിയും കാര്യങ്ങൾ കൊണ്ടൊക്കെ നിറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ പിടിക്കാൻ എളുപ്പമാണ്. കാരണം അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ തൂവെണ്മയായ ഈ ശരീരത്തിൽ ഒരു കളങ്കവും ഇല്ലാതിരിക്കാൻ, അല്ലെങ്കിൽ ഒരു ചെളി പോലും പറ്റാതിരിക്കാനായിട്ട് അത് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇതിനേക്കാൾ തൂവെള്ള ആയിട്ടുള്ള ഈ ഒരു ശരീരത്തിൽ കറ പുരളുന്നതിനേക്കാൾ ഉപരി മരിക്കാൻ പോലും തയ്യാറാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന പിടിക്കാൻ വരുന്നവരൊക്കെ ഇതിൻ്റെയൊക്കെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അവിടെയൊക്കെ കൊണ്ട് എല്ലാം അഴുക്ക് കാര്യങ്ങളെല്ലാം കൊണ്ടിട്ടതിന് ശേഷം ഇതിനെ ഇട്ട് ഓടിക്കും. ശരീരത്തിൽ കറയും ചെളിയും ഒക്കെ പിടിക്കാതിരിക്കാനായിട്ട് അവസാനം അത് അവരുടെ കുടുക്കിൽ വീണു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ വിശുദ്ധരുടെയും ജീവിതം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഇതുപോലെ ജീവിതത്തിൽ അശുദ്ധിയുടെ കറ പുരളാതെ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിനു വേണ്ടി മരിക്കുക എന്നുള്ളതാണ്. ഓരോ വിശുദ്ധരുടെയും ജീവിതം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. നമ്മളിന്ന് വായിച്ചിട്ട് ഒന്നാമത്തെ വായനയിൽ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, ജെരുക്കത്തിൻ്റെ ആ ഒരു സമയം അതിനെയൊക്കെ അതിജീവിച്ച് കടന്നു വന്നവരാണ്. അവരെപ്രകാരമാണ് വെണ്മയുള്ളതായത്. ഒരു നോർമൽ പ്രോസസ്സല്ല, മറിച്ച് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് അവർ വെണ്മയുള്ളവരായിട്ട് മാറിയതാണ്, ശുദ്ധീകരിക്കപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒത്തിരിയേറെ ഞെരുക്കങ്ങൾ, കുടുംബ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെയൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ഒത്തിരിയേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നമുക്കുണ്ടാകാറുണ്ട്. അവിടെയൊക്കെ അതിനെയൊക്കെ തരണം ചെയ്യാനായിട്ട്, നമ്മുടെ ജീവിതങ്ങളെ വെണ്മയുള്ളതാക്കുവാനായിട്ട്, നമ്മുടെ പാപസാഹചര്യങ്ങളെയൊക്കെ പൂർണ്ണമായി ഉപേക്ഷിച്ച് അതിൽ നിന്നൊക്കെ ഒരു വിമുക്തി തേടി കൂടുതൽ വിശുദ്ധിയോടെ വളരാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഈശോ മിശിഹായിലെ ആ ഒരു രക്തത്തിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് അവരെല്ലാവരും സ്വർഗരാജ്യത്തിൽ അവരെത്തിച്ചേരുമ്പോൾ അവരെല്ലാവരും ഒരുപോലെ പറയുന്നത്, സിംഹാരൂഢനായ ദൈവത്തിലും കുഞ്ഞാടിലുമാണ് രക്ഷ എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ബോധ്യം നമ്മളിൽ നിറയുമ്പോൾ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ജീവിതങ്ങളുണ്ടാകും. പലപ്പോഴും ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷേ ഇതിൻ്റെ പ്രാവർത്തി തലത്തിലേക്ക് വരുമ്പോൾ, പ്രാവർത്തികമാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. സുവിശേഷത്തിൽ നമ്മൾ കേട്ട സുവിശേഷ ഭാഗ്യങ്ങൾ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, നമുക്കറിയാം ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധമാകുന്നത്. അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും അടിസ്ഥാന വിളി വിശുദ്ധിയിലേക്കാണ്, വിശുദ്ധനാകാനാണ്, വിശുദ്ധയാകാനാണ് എന്നുള്ള ഒരു വലിയ ബോധ്യത്തോടുകൂടെ വിശുദ്ധമായി ജീവിത സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരായി മാറുവാനായിട്ടുള്ള കൃപയ്ക്കും അഭിഷേകത്തിനും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.